സ്റ്റോറി ടൈം ഓഡിയോ ബുക്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അജയ് ഘോഷ് എഴുതിയ നിലാവും മാത്രമല്ല. നാട്ടിൽ പോയിട്ട് മാസമൊന്നാകുന്നു. രേഖയോർത്തു. എപ്പോൾ വേണമെങ്കിലും പോകാൻ വിനയൻ അവളെ അനുവദിച്ചിട്ടുണ്ട്. പക്ഷേ ഭർത്താവുള്ളപ്പോൾ അങ്ങനെ തനിച്ചു പോകുന്നത് അത്ര നല്ല കാര്യമല്ലല്ലോ. കഴിഞ്ഞ വട്ടം ഒന്നിച്ചു പോകാൻ ദിവസവും നേരവുമൊക്കെ ഉറപ്പിച്ചിരുന്നതാണ്. കൃത്യം അപ്പോഴാണ് ദില്ലിയിൽ നിന്നും ഒരു കവിയുടെ മെസ്സേജ്. ഉച്ചയ്ക്ക് മുമ്പത്തെ ഫ്ലൈറ്റിൽ നഗരത്തിലെത്തുന്നു. അക്കാദമിക് കാര്യം. പക്ഷേ വിനയനെ കണ്ടിട്ടേ തൃശ്ശൂർക്ക് പോകുന്നുള്ളൂ. അങ്ങനെയാണ് അവൾക്ക് നാട്ടിലേക്ക് ഒറ്റയ്ക്ക് പോകേണ്ടി വന്നത്. ഭർത്താവിൻ്റെ റോളിലും വലുതാണല്ലോ പത്രാധിപരുടെ റോൾ. അന്ന് തനിച്ചു പോയി തിരിച്ചെത്തിയപ്പോൾ തന്നെ രേഖ വിനയനോട് പറഞ്ഞു, ഇനി ഈ പണി നടപ്പില്ല. പോകുന്നെങ്കിൽ ഒന്നിച്ച്, ഇല്ലെങ്കിൽ നാട്ടുകാർ കരുതും വിനയേട്ടനെ എന്നെ ഉപേക്ഷിച്ചെന്ന്. ശരി, അടുത്ത വട്ടം യാത്ര ഒന്നിച്ച്. തീയതി മുൻകൂട്ടി പറഞ്ഞാൽ കാര്യം എളുപ്പമായി. അങ്ങനെ മുൻകൂട്ടി പറഞ്ഞ ദിവസമാണ് നാളെ, ഞായർ. നാട്ടിലേക്കുള്ള യാത്ര സത്യത്തിൽ നാട് കാണാനല്ല, ഗാഥയെ കാണാനാണ്. തൻ്റെ ഫോൺ കോളുകൾ പേരിന് അറ്റൻഡ് ചെയ്യുന്നതേയുള്ളൂ. ചോദ്യങ്ങൾക്ക് ഉത്തരമില്ല. വെറുതെ നിസ്സംഗമായി മൂളുന്നത് ഉത്തരമല്ലല്ലോ. വല്ലാത്തൊരു തകർച്ചയിലേക്കാണോ അവൾ പോകുന്നതെന്ന് ഭയം തോന്നുന്നു. ഇത് ശരിയാവില്ല. നാളെ ചെന്നാൽ പിടിച്ചു പിടിയാലേ അവളെ കൂട്ടിക്കൊണ്ടുപോരണം. അവളെതിർത്താലും ആരെതിർത്താലും, രേഖ ഉറപ്പിച്ചു. ഉച്ചയൂണിന് വരുമ്പോൾ വിനയൻ്റെ ഒപ്പം ഒരു സന്യാസി ഉണ്ടായിരുന്നു. ആളെ കണ്ടതും രേഖ വിചാരിച്ചു, ഈശ്വര, സാഹിത്യകാരന്മാരെ വിട്ടിപ്പോൾ സന്യാസിമാരായ കൂട്ട്. നാളത്തെ യാത്ര വിഴുങ്ങുമോ ഈ സന്യാസി? എങ്കിൽ സന്യാസി വിവരമറിയും. പക്ഷേ രേഖ ശങ്കിച്ചതുപോലെ ഒന്നും ഉണ്ടായില്ല. വാരികയിൽ ഒരു തീർത്ഥയാത്രയെപ്പറ്റി എഴുതുന്ന കാര്യം ചർച്ച ചെയ്യാനായിരുന്നു സ്വാമിജിയുടെ വരവ്. രേഖയുടെ കയ്യിൽ നിന്നും വെറും ഒരു ഗ്ലാസ് ചുക്കുവെള്ളം മാത്രം കഴിച്ചിട്ട് ആൾ പോവുകയും ചെയ്തു. പിറ്റേന്ന് കാലത്ത് തന്നെ വിനയനും രേഖയും നാട്ടിലേക്ക് പുറപ്പെട്ടു. തിങ്കളാഴ്ച 2 മണിയായതും ക്യാഷ്യറുടെ ക്യാബിൻ്റെ കൗണ്ടറിൽ ക്ലോസ് ചെയ്ത് ഗാഥ സീറ്റേക്കിരുന്നതും കൗണ്ടറിന് മുമ്പിലേക്ക് ഒരു മുഖം വന്നു. ഒപ്പം ഒരു ചോദ്യവും. എന്നെ ഓർമ്മയുണ്ടോ നിനക്ക്? തല പൊക്കി നോക്കിയ ഗാഥ വിളറിപ്പോയി. അപ്പോൾ രേഖയിൽ നിന്നും ഇത്രയും കൂടി അവൾ കേട്ടു. മറന്നതിന് നന്ദി. ഇനി വിളിച്ച് ശല്യപ്പെടുത്തുന്നില്ല. ഗാഥയ്ക്ക് എന്തെങ്കിലും പറയാനിടം കിട്ടും മുമ്പ് രേഖ നടന്നകന്നിരുന്നു. തിരക്കിട്ട ജോലിക്കിടയിൽ വീണ് കിട്ടിയ ഇടവേളയിൽ ഗാഥ കടവന്ത്രയിലേക്ക് വിളിച്ചു. പറയേണ്ട വാചകങ്ങൾ മനസ്സിൽ പലവട്ടം റിഹേഴ്സൽ ചെയ്തിരുന്നു. നീ എന്നെ ശകാരിച്ചോളൂ രേഖേ, സ്വാർത്ഥിയെന്ന് പഴിച്ചോളൂ. നിനക്കറിയാവുന്ന കാര്യം. എല്ലാ പരുഷമായ വാക്കുകളും ഉപയോഗിച്ചോളൂ. കാരണം തെറ്റുകാരി ഞാനാണ്. ജോലി കിട്ടിയത് നിന്നെ അറിയിച്ചില്ല. കൊച്ചിയിലേക്ക് വന്നതും ഹോസ്റ്റലിൽ താമസമാക്കിയതും അറിയിച്ചില്ല. എല്ലാം തെറ്റ്. നീ ശിക്ഷിച്ചോളൂ. എങ്കിലും ഒന്നു മാത്രം പറയല്ലേ, നിന്നെ ഞാൻ മറന്നുപോയെന്ന്. മൊബൈൽ കാതിൽ ചേർത്ത് രേഖയുടെ ശബ്ദം കൊതിച്ച് ഗാഥ നിന്നു. പക്ഷേ മറുഭാഗം നിശബ്ദമായിരുന്നു. വൈകിട്ട് ജോലി കഴിഞ്ഞിറങ്ങും മുമ്പ് പിന്നെയും പലവട്ടം ഗാഥ ശ്രമിച്ചു. മരുഭൂമിയിലൂടെയുള്ള യാത്ര പോലെ അവളുടെ വിളി അനാഥമായി ബെല്ലടിച്ചൊതുങ്ങി. പരീക്ഷയ്ക്ക് തോറ്റുപോയ കുട്ടിയെപ്പോലെയാണ് അന്ന് ഗാഥ ഹോസ്റ്റലിലെത്തിയത്. അവളുടെ വിളറിയ മുഖം ശ്രദ്ധിച്ച് മിനി ജോസ് തിരക്കി. എന്തേ, സുഖമില്ലേ? ഒന്നുമില്ലെന്ന് ഗാഥ പറഞ്ഞു. മിനി ജോസ് നെറ്റിയിൽമേൽ തൊട്ടു നോക്കി. ചെറിയ ടെമ്പറേച്ചറുള്ള പോലെ തോന്നുന്നുണ്ട്. എന്തായാലും ഒരു വാമോൾ കഴിച്ചോളൂ. വാമോളും പോമോളും ഒന്നും വേണ്ടെന്ന് വിളിച്ചു പറയണമെന്ന് ഗാഥയ്ക്ക് തോന്നി. തൽക്കാലം മുറിയിൽ നിന്ന് പുറത്തുപോയി തന്നെ തനിച്ചാക്കി സഹായിക്കുകയാണ് മിനി ചെയ്യേണ്ടത്. പക്ഷേ അതാവശ്യപ്പെടാനാവില്ലല്ലോ. ടാബ്ലറ്റ് സ്വീകരിച്ച് മേശമേൽ വെച്ചിട്ട് ഗാഥ കിടന്നു. അതപകടമായി. മിനി ജോസ് തൊട്ടടുത്ത് കസേര വലിച്ചിട്ട് ഇരിപ്പായി. തുടർന്ന് കഴിഞ്ഞ ശനി ഞായർ ദിവസങ്ങളിലെ സ്വന്തം വീട്ടുവിശേഷങ്ങൾ, നാട്ടുവിശേഷങ്ങൾ. നാട്ടിൽ പോയി വന്നാൽ ഈ കഥാപ്രസംഗം മിനിയുടെ പതിവാണ്. പുട്ടിന് തേങ്ങാപ്പീല പോലെ പൊട്ടിച്ചിരികളും ഉണ്ടാവും. പ്രകടനവും അസഹനീയമായതും. ഒരു ടവലും എടുത്ത് ഗാഥ ബാത്റൂമിൽ കയറി കതകടച്ചു. ടാപ്പ് തുറന്നിട്ട് വെറുതെ നിന്നു. കുറേ കഴിഞ്ഞ് പുറത്തിറങ്ങിയപ്പോൾ ഭാഗ്യം, മറ്റേതോ ഇര തേടി മറ്റേതോ മുറിയിലേക്ക് മിനി ജോസ് പോയി കഴിഞ്ഞിരുന്നു. പാവമാണ്, സ്നേഹമുള്ളവളാണ്, ഗാഥ ഓർത്തു. പക്ഷേ ഈ സന്ദർഭം വേറൊന്നാണ്. മരണവീട്ടിൽ ഫലിതം ആസ്വദിക്കാനാവില്ലല്ലോ. രേഖ വിതച്ച ഈ കൊടുങ്കാറ്റൊന്നൊടുങ്ങിയിരുന്നിട്ട്
സൗകര്യം പോലെ മിനി ജോസിൻ്റെ തമാശയ്ക്ക് ഇരുന്നു കൊടുക്കാം. ഇന്ന് വയ്യ. ഗാഥ വീണ്ടും കിടന്നു. കൺമുന്നിൽ ക്യാഷ് കൗണ്ടറിനപ്പുറം എപ്പോഴും രേഖയാണ്. കാതിൽ അവളുടെ വാക്കുകളും. മറന്നതിന് നന്ദി, ഇനി ശല്യപ്പെടുത്തുന്നില്ല. എത്ര തീക്ഷ്ണമായ വാക്കുകൾ. ഗാഥ നെറ്റിയിൽ കൈയമർത്തി കണ്ണുപൂട്ടിക്കിടന്നു. തലയോട്ടിക്കുള്ളിൽ വേദനയുടെ ചെറിയ മിന്നലുകൾ പിടയുന്നതുപോലെ തോന്നി. മിനി ജോസിൻ്റെ അനുമാനം സത്യമാവുകയാണെന്ന് തോന്നി. ഒരു പനിയുടെ ആരംഭമാണോ? ഒന്നും ചെയ്യാനില്ലാത്തപ്പോൾ തറയിൽ കിടക്കുന്ന കടലാസ് തുണ്ടെടുത്ത് വായിക്കും പോലെ ഗാഥ മേശപ്പുറത്തിരുന്ന ഗുളികയെടുത്ത് വിഴുങ്ങി കണ്ണടച്ചു കിടന്നു. അങ്ങനെ സന്ധ്യയായി, രാത്രിയായി. വല്ലാത്തൊരു രാത്രിയായിരുന്നു അത്. ഉറക്കത്തിന് വേണ്ടി കാത്തുകിടക്കുമ്പോൾ പഴയ കുറേ വൃത്തികെട്ട രാത്രികൾ ഓർമ്മ വന്നു. സാഹിത്യവും വിശ്വാസവും അപക്വതയും ചതിച്ച രാത്രികൾ. തൊട്ടപ്പുറത്ത് സുഖനിദ്രയുടെ പ്രതീകമായി മിനി ജോസ് കൂർക്കം വലിച്ച് കിടക്കുന്നതു കൂടി കണ്ടതോടെ ഗാഥയുടെ നൈരാശ്യം ഇരട്ടിയായി. വാശിയോടെ കൈയെത്തി മൊബൈലെടുത്ത് അവൾ രേഖയുടെ നമ്പർ അമർത്തി. ഞാൻ വിളിച്ചാൽ ഫോൺ എടുക്കില്ലേ നീ? എങ്കിലതൊന്നറിയണമല്ലോ. അങ്ങനെ അറുത്തറിയാൻ പറ്റുമോ നിനക്കെന്നെ? ഗാഥ കൊലപാതകമൊന്നും ചെയ്തിട്ടില്ല. ഫോൺ രേഖേ, എടുക്കാൻ. ബെല്ല് പോകുന്നുണ്ട്. വീണ്ടും മരുഭൂമിയിലെ യാത്ര തന്നെ. അപ്പോഴാണ് യാദൃശികമായി ഗാഥയുടെ നോട്ടം ടൈം പീസിലേക്ക് പോയത്. ദൈവമേ, മണി 12:30. എന്തൊരു ഭ്രാന്താണ് തനിക്ക്. നല്ല ഉറക്കമായിരിക്കില്ലേ അവൾ? ഇത്ര സമയബോധമില്ലാതായി പോയല്ലോ. വേഗം കോൾ കട്ട് ചെയ്ത് മൊബൈൽ ഫോൺ മേശപ്പുറത്തേക്ക് തള്ളി ഗാഥ എണീറ്റിരുന്നു. അപ്പോൾ തന്നെ അവളൊരു ദൃഢമായ തീരുമാനമെടുത്തു. രേഖ വിളി കേൾക്കുന്നില്ലെങ്കിൽ താൻ അവളുടെ ഭർത്താവിനെ വിളിക്കും. അക്ഷരത്തിൻ്റെ എഡിറ്റർ മിസ്റ്റർ വിനയനെ. പേരുള്ളൊരു പ്രസിദ്ധീകരണമാണ് അക്ഷരം. ഡയറക്ടറിയിൽ കിട്ടും എഡിറ്ററിൻ്റെ നമ്പർ. വിളിക്കും താൻ ആ മനുഷ്യനെ. നേരമൊന്ന് പുലർന്ന് കിട്ടിയാൽ മതി. ഇനിയൊരു ദിവസം കൂടി ഈ ശിക്ഷ സഹിക്കാനാവില്ല. അതിന് തനിക്ക് മനസ്സില്ല. പക്ഷെ കാലത്ത് എഴുന്നേറ്റതും തീരുമാനം മാറി. വീണ്ടും രേഖയെ തന്നെയാണ് അവൾ ശ്രമിച്ചത്. കിട്ടിയത് വിനയനെയും. അതോടെ സംഭരിച്ചു വച്ചിരുന്ന വീര്യമൊക്കെ ഗാഥയ്ക്ക് നഷ്ടമായി. വിനയം പറഞ്ഞു, ഇതെൻ്റെ മൊബൈലല്ല, പക്ഷേ ഇതിൻ്റെ ഉടമസ്ഥ ഈ കോൾ എടുക്കാൻ തൽക്കാലം റെഡിയല്ലെന്ന് വാശിയാണ്. അതുകൊണ്ടാണ് ഞാൻ അറ്റൻഡ് ചെയ്യുന്നത്. എന്ത് പറയണമെന്ന് ഒരു പിടിയുമില്ലാതെ ഗാഥ നിന്നു. ഒന്നവൾക്ക് വ്യക്തമായി. വിനയൻ എല്ലാം അറിഞ്ഞിട്ടാണ് സംസാരം. ഇന്നലെ പാതിരാത്രിയിലും ഗാഥ വിളിച്ചിരുന്നു അല്ലേ? ഉവ്, ഞങ്ങൾ കേട്ടു. രേഖ മൊബൈൽ എടുത്ത് നോക്കിയതും സംസാരിക്കാൻ ഞാൻ പറഞ്ഞതാണ്. പക്ഷേ നിർബന്ധിച്ചില്ല. കാരണം അത്രമാത്രം ഹേർട്ടായിരുന്നു അവൾ. നാട്ടിൽ പോയി വന്നത് മുതൽ, മാസങ്ങളായി ഗാഥ ഇവിടെ ഉണ്ടെന്ന് അറിഞ്ഞതു മുതൽ. അവളടുത്തുണ്ടോ? ഉണ്ട്. പക്ഷേ എനിക്കറിയാം. എന്നാലും എനിക്ക് അവളോട് സംസാരിക്കണം. അവളുടെ ശബ്ദമെങ്കിലും കേൾക്കണം. ഫോണൊന്ന് കൊടുക്കുവോ? വിനയിൽ നിന്ന് മറുപടി വന്നില്ല. രേഖയോട് വിനയൻ മെല്ലെ സംസാരിക്കുന്നത് കേൾക്കാം. ഗാഥ ആകാംക്ഷ പൂണ്ടു. ഹലോ ഹലോ. അത് ഗാഥയെ അവൾ പറയുന്നത്. അവൾ എന്നെ എന്ത് വേണമെങ്കിലും പറയട്ടെ. അത് കേൾക്കാൻ മാത്രമാണ് ഞാൻ വെയിറ്റ് ചെയ്യുന്നത്. ഒരക്ഷരം പോലും അങ്ങോട്ട് ശബ്ദിക്കാതെ അവളുടെ ദേഷ്യം അത്രയും കേൾക്കാൻ വേണ്ടി മാത്രം. വിനയൻ മൗനം പാലിച്ചു. അല്ലെങ്കിൽ വേണ്ട, നിങ്ങളുടെ താമസ സ്ഥലത്തേക്ക് ഉള്ള വഴി പറയൂ, ഞാൻ അങ്ങോട്ട് വരാം. ശിക്ഷ നേരിട്ട് വാങ്ങിക്കോളാം. വിനയൻ ചിരിച്ചു. അത് നല്ല തീരുമാനമാണ്. കടവന്ത്രയിൽ എവിടെയാണ് ഫ്ലാറ്റ്? ഇന്ന് തന്നെ ഞാനവിടെ എത്തിയിരിക്കും. ഫ്ലാറ്റ് വിട്ടു, ഇപ്പോൾ വീടാണ്. എവിടെയാണ്? പറഞ്ഞാൽ ചിലപ്പോൾ ഗാഥയ്ക്ക് വഴിതെറ്റും. ഞാൻ വന്ന് പിക്ക് ചെയ്യാം. വേണ്ട, അഥവാ വഴി തെറ്റിയാലും അത് ശിക്ഷയുടെ ഭാഗമായി കണ്ടോളാം. സാർ, ലൊക്കേഷൻ പറയൂ. ഇനി അതിനും അവൾക്ക് എതിർപ്പാണെങ്കിൽ ഓക്കെ, സാരമില്ല. പക്ഷേ ഇന്ന് ഗാഥ അവളുടെ മുമ്പിൽ എത്തിയിരിക്കുമെന്ന് അറിയിച്ചേക്ക്. വിനയൻ്റെ പ്രതികരണത്തിന് കാക്കാതെ ഗാഥ കോൾ കട്ട് ചെയ്തു. നിമിഷങ്ങൾക്കുള്ളിൽ തന്നെ അവളുടെ മൊബൈലിലേക്ക് വിനയൻ്റെ മെസ്സേജ് വന്നു. വീട്ടിലേക്കുള്ള വഴി കിട്ടുന്ന മെസ്സേജ്. അന്ന് ഉച്ചതിരിഞ്ഞ് ഗാഥ കടവന്ത്രയിലേക്ക് പുറപ്പെട്ടു. പൊള്ളിക്കുന്ന പരാതികൾ, പരിഭവങ്ങൾ എല്ലാറ്റിനും വിധേയയായി രേഖയുടെ മുന്നിൽ ഗാഥ ഇരുന്നു. ശകാരിക്കുന്നതിനിടയിൽ രേഖയ്ക്ക് കരച്ചിലും വന്നു. പിന്നെ അവളെ സമാധാനിപ്പിക്കേണ്ട ജോലി ഗാഥയുടേതായി. നിനക്ക് ദേഷ്യമായോ എന്നോട്? രേഖ അവളുടെ താടിയിൽ പിടിച്ചു ചോദിച്ചു. ഇല്ല, നിന്നെ എന്തെല്ലാമോ ഞാൻ പറഞ്ഞു, വായിൽ തോന്നിയതെല്ലാം. അത്ര സങ്കടമുണ്ടായിരുന്നു. ഞാൻ നിൻ്റെ ആരുമല്ലാതായിപ്പോയെന്ന് തോന്നി. അതുകൊണ്ടാണ്. മറന്നേക്കടി, എന്നോട് ക്ഷമിച്ചേക്ക്.
ഞാൻ പറയേണ്ട വാചകമാണ് നീ പറയുന്നത്. തെറ്റ് ചെയ്തവളല്ലേ ക്ഷമ ചോദിക്കേണ്ടത്. ഞാൻ പക്ഷേ ആ തെറ്റ് നിന്നെ മറന്നിട്ടോ അവഗണിച്ചിട്ടോ ആയിരുന്നില്ല. നിന്റെ സ്വസ്ഥമായ കുടുംബജീവിതത്തിന് വേണ്ടിയായിരുന്നു. എൻ്റെ ഓർമ്മ പോലും നിന്റെ ജീവിതത്തിൽ കരടാവാതിരിക്കാനായിരുന്നു. ഓ, നിന്റെ ഓർമ്മ എനിക്ക് കരട് അല്ലേ? രേഖയ്ക്ക് പിന്നെയും ദേഷ്യമായി. അവൾ ഗാദയുടെ ചുമലിൽ തല്ലി. എന്തൊരു കരുതൽ! എനിക്ക് വേറെന്താണ് ദുഷ്ടി ഓർക്കാനുള്ളത്? നിനക്ക് പിന്നെ ഉദ്യോഗവും അതിൻ്റെ തിരക്കും ഒക്കെ ആയതുകൊണ്ട് ജോലി സമയത്തെങ്കിലും ബാക്കിയൊക്കെ മറക്കാം. എനിക്കോ ഓരോ ഓഫീസിലും പോവണ്ടാത്ത ഞാനെന്ത് ചെയ്യും? ടീപ്പോയിലിരുന്ന ജഗ്ഗെടുത്ത് ഗാഥ വായിലേക്ക് ചലിക്കുന്നത് കണ്ടപ്പോഴാണ് രേഖ ഓർത്തത്. ദൈവമേ, വന്നിട്ട് ഇത്ര നേരമായിട്ടും ഒരു ഗ്ലാസ് വെള്ളം പോലും ഞാൻ തന്നില്ലല്ലോ. എന്തൊരു ദുഷ്ടിയാണ് ഞാൻ! പെട്ടെന്ന് രേഖ ചാടി എണീറ്റ് അടുക്കളയിലേക്ക് ഓടി. ഗാഥ വിളിച്ചു ചോദിച്ചു, ഏയ് രേഖേ, ദാ വന്നു, 1 മിനിറ്റ്. എനിക്കൊന്നും വേണ്ട, കുടിക്കാനും തിന്നാനും അല്ല ഞാൻ വന്നത്, നിന്നെ കാണാനാ. നീ ഇങ്ങ് വാ രേഖേ. എത്തിക്കഴിഞ്ഞു. അകത്ത് മിക്സി ശബ്ദിച്ചു, പാത്രങ്ങൾ ശബ്ദിച്ചു. രേഖ പിന്നെ അവതരിച്ചത് ഒരു കയ്യിൽ വലിയ ഗ്ലാസ് നിറയെ മുസമ്പി ജ്യൂസും മറുകൈയിൽ പ്ലേറ്റ് നിറയെ മാമ്പഴം കൊണ്ടാണ്. അത് ഗാഥയ്ക്ക് കൈമാറി അടുത്തിരുന്ന് അവൾ തുടർന്നു. എനിക്ക് പഴയതൊക്കെ ഓർക്കാതിരിക്കാൻ പറ്റില്ല മോളെ. കാരണം ഇപ്പോൾ ഇതാ എൻ്റെ മെയിൻ ചങ്ങാതി. നിനക്കറിയാമോ, വിനയേട്ടന് ഏറ്റവും കുറച്ച് ജീവിക്കുന്നത് ഇപ്പോൾ കുടുംബത്തോടാ. വിശ്വസിക്കോ നീ? അതെന്താ അങ്ങനെ? അങ്ങനെ അദ്ദേഹത്തിൻ്റെ ആദ്യ ഭാര്യ അക്ഷരം വാരിക. 2ാം സ്ഥാനമേ ഉള്ളൂ എനിക്ക്. ചിലപ്പോൾ ഒരു പോക്ക് പോയാൽ 2-3 ദിവസം കഴിയണം തിരിച്ചെത്താൻ. ഈ മീറ്റിംഗ്, അവാർഡ് ചടങ്ങ്, അക്കാദമി, ചെന്നൈ മലയാളി സമാജം, ഡൽഹി ജേർണലിസ്റ്റ് കോൺഫറൻസ്, മറ്റേത് മറിച്ചേത്. ഈ ദിവസങ്ങളത്രയും ഞാനിവിടെ ഒറ്റയ്ക്ക്. എന്തിനാ ഇങ്ങോട്ട് ഷിഫ്റ്റ് ചെയ്തത്? ഫ്ലാറ്റിലാവുമ്പോൾ നീ ഒറ്റയ്ക്കാവില്ലല്ലോ, ഇഷ്ടംപോലെ ഫാമിലീസ് ഇല്ലേ? പിന്നെ ഫാമിലീസ്. അവിടെ എല്ലാ ഫ്ലാറ്റിലെയും പെണ്ണുങ്ങൾ ഓരോ തരത്തിൽ ബിസിയാ. ഒന്നുകിൽ നിന്നെപ്പോലെ ഉദ്യോഗസ്ഥർ, അല്ലെങ്കിൽ ബ്യൂട്ടി പാർലറോ ബ്യൂട്ടിക്കോ നടത്തുന്നവർ. രാവിലെ എല്ലാം കൂടി അങ്ങിറങ്ങിപ്പോയാൽ പിന്നെ ബാക്കി ഞാനൊരുത്തി മാത്രം. വട്ടുപിടിക്കില്ലേ? ഞാൻ വിനയേട്ടനോട് പറഞ്ഞു, ഇത് ശരിയാവില്ല, എനിക്ക് മനുഷ്യരെ കാണാതെ ജീവിക്കാനാകില്ലെന്ന്. ആകാശത്തല്ലാതെ ഭൂമിയിൽ താമസിക്കണമെന്ന്. നമ്മൾ ഒന്നിച്ച് ജനിച്ചും വീണതും വളർന്നതുമൊക്കെ ഫ്ലാറ്റിലല്ലല്ലോ ഗാദേ. എനിക്ക് മണ്ണിൽ കാല് തൊടണം. കാലത്തെണീറ്റ് ചൂലെടുത്ത് മുറ്റത്ത് വീണ പഴുത്ത മാവിലെയും ചപ്പും ചവറും ഒക്കെ അടിച്ചു വാരണം. അങ്ങനെയാ എൻ്റെ നിർബന്ധത്തിനാണ് ഇങ്ങോട്ട് മാറിയത്. വിനയേട്ടൻ്റെ ഒരു സുഹൃത്തിൻ്റെ വീടാ. അടുത്തൊക്കെ മനുഷ്യരുണ്ട്, എന്നെപ്പോലെ ഉദ്യോഗമില്ലാത്ത പെണ്ണുങ്ങൾ. മിക്കവാറും ഞങ്ങളിത് ഉടനെ വാങ്ങും. നല്ല വീടാണ്, നല്ല പരിസരം, നല്ല കാറ്റ്. മുറ്റത്ത് നിനക്ക് വേണ്ടി പഴുത്ത മാവിലകൾ ഇട്ട് തരുന്നൊരു ഒട്ടുമാവ്. വീടിൻ്റെ പേര് നല്ലത്, കൃഷ്ണകൃപ. ശരിക്കും കൃഷ്ണൻ്റെ കൃപയുള്ള വീട് തന്നെ, ഗാഥ പറഞ്ഞു. എൻ്റെ വിശേഷങ്ങൾ ഞാൻ പറഞ്ഞു. പക്ഷേ അതുമാത്രം പോരല്ലോ. നിന്നെപ്പറ്റി പറയ്. കുറേ മാസങ്ങളുടെ ഒരു ഗ്യാപ്പുണ്ടല്ലോ നമുക്കിടയിൽ. അത് മുഴുവൻ പറയ്. പറയാനൊന്നുമില്ല. രാവിലെ ജോലിക്ക് പോകുന്നു, വൈകിട്ട് തിരിച്ചു വരുന്നു. ഒരു കൊച്ചുമുറിയുടെ 4 ഭിത്തികൾക്കുള്ളിൽ സുഖജീവിതം. സുഖജീവിതമോ? ഒന്നുകൂടി പറഞ്ഞേ. ഹോസ്റ്റൽ മുറിയിൽ സുഖജീവിതം അല്ലേ? മനസമാധാനമല്ലേ രേഖയെ? സുഖം അതിപ്പോഴുണ്ട്. എന്നാലേ ഇപ്പോൾ ഞാനൊരു കാര്യം തീരുമാനിക്കുന്നു. ആ ഹോസ്റ്റലിലെ പൊറുതി നിർത്തി നാളെ തന്നെ നീ ഇങ്ങോട്ട് താമസം മാറ്റുന്നു, മനസ്സിലായോ? ഗാഥ ചിരിച്ചുകൊണ്ട് എഴുന്നേറ്റു. അവളെ ബലമായി കൈ പിടിച്ചിരുത്തിക്കൊണ്ട് രേഖ ചോദിച്ചു, നീ എന്താ എണീറ്റത്? ഇനി ഇരുന്നാൽ ശരിയാവില്ല. അതുകൊണ്ട് തന്നെ നിന്നോട് ചെയ്ത ഒരു തെറ്റ് തിരുത്താനുണ്ടായിരുന്നു, അതിനാ വന്നത്. തിരുത്തി. ഇനി തിരികെ എൻ്റെ വീട്ടിലേക്ക്. ആ ഹോസ്റ്റലാണോ നിൻ്റെ വീട്? അതെ. നീ മറന്നു കാണും, പക്ഷേ എൻ്റെ വാക്ക് ഞാൻ മറക്കില്ല. ഇവിടെ താമസമാക്കി കഴിഞ്ഞാൽ ഞങ്ങളുടെ കൂടെ നീ ഉണ്ടാവുമെന്ന് പറഞ്ഞത്. അന്നേ മറുപടിയും ഞാൻ തന്നിരുന്നു, നടക്കില്ലെന്ന്. നീ വാദിച്ച് ജയിക്കാൻ നോക്കണ്ട. ഈ നാട്ടിൽ ഞാനും ഈ വീടുമുള്ളപ്പോൾ ഒരു അനാഥയെപ്പോലെ ഒരു ഹോസ്റ്റൽ ജീവിയാവാൻ നിന്നെ വിടില്ല ഞാൻ. രണ്ടിടത്തായാലും ഒരേ സിറ്റിയിലല്ലേ രേഖയെ? എത്രയോ അടുത്ത്, എപ്പോൾ വേണമെങ്കിലും തമ്മിൽ കണ്ടൂടെ? അതിലേറെ എന്തു വേണം? കൈവിട്, ഞാൻ പോയിക്കോട്ടെ. എന്നാൽ വിനയേട്ടൻ വരുന്നത് വരെയെങ്കിലും വെയിറ്റ് ചെയ്തൂടെ? രേഖയുടെ പിടുത്തം ബലമായി വിടുവിച്ചുകൊണ്ട് ഗാഥ പറഞ്ഞു. പറ്റില്ല, 6:30-ക്കുള്ളിൽ ഹോസ്റ്റലെത്തണം. അതാ നിയമം, വലിയ നിയമം. ഈ നിയമമൊന്നുമില്ലാതെ കഴിയാനായി ഇങ്ങോട്ട് പോരാൻ പറഞ്ഞത്. ഇത് നല്ല വീടാണെന്ന് നീ തന്നെയല്ലേ പറഞ്ഞേ? പിന്നെന്താ? ഞാൻ വന്നാൽ അത് തിരുത്തി പറയേണ്ടി വരും. ഗാഥേ,
എന്താ നീ ഇങ്ങനെയൊക്കെ? രേഖയുടെ സ്വരം പതറി. ഞാൻ ഇറങ്ങിയ ഇനി നിന്നാ നീ ഇത് തന്നെ പറഞ്ഞുകൊണ്ടിരിക്കും, നടക്കാത്ത കാര്യം. ഗാഥ വാതിൽ കടന്ന് വരാന്തയിലിറങ്ങി പുറകെ ചെന്ന് രേഖ ചോദിച്ചു. എന്നാ വിനിയേട്ടൻ വരുന്നതുവരെ ഇരുന്നൂടെ? വയ്യ, ഹോസ്റ്റൽ നിയമം. ഞാൻ പിന്നെ വരാം. തന്നിൽ നിന്ന് രക്ഷപ്പെടുകയാണോ അവളെന്ന് തോന്നിപ്പോയി രേഖയ്ക്ക്. താമസം മാറ്റാൻ നിർബന്ധിച്ചതിനാൽ ഇനി ഈ വഴി വരാൻ സാധ്യതയില്ലെന്നും തോന്നി. അതോർത്ത് രേഖയുടെ കണ്ണുകൾ വീണ്ടും നിറഞ്ഞു. ഹോസ്റ്റലിലെത്തുമ്പോൾ ഇടനാഴിയിൽ അവളെ കാത്തു നിൽപ്പായിരുന്നു മിനി ജോസ്. ഒരു കള്ളച്ചിരിയുടെ കൈത്തണ്ടയിൽ പിടിച്ച് മുറിയിലേക്ക് കയറ്റിയിട്ട് മിനി മെല്ലെ ചോദിച്ചു, താൻ മേട്ടനെ കണ്ടോ? ഇല്ല, എന്താ? എന്നാൽ മേട്ടൻ തന്നെ കാണും, ചിലപ്പോൾ ഇപ്പോൾ തന്നെ. റൂം വാടക ഞാൻ കൊടുത്തല്ലോ. അയ്യോ അതിനല്ല വിഷയം, മേട്ടൻ്റെ ബ്രദറാ. തനിക്കൊരു പ്രപ്പോസൽ. ഓഹോ, അത് കൊള്ളാമല്ലോ. ഗാഥ ചിരിച്ചിട്ട് ഹാൻഡ് ബാഗ് മേശമേലിട്ടിട്ട് കട്ടിലിൽ ചാഞ്ഞു. മിനി ജോസ് അടുത്തിരുന്ന് ആവേശപൂർവ്വം തുടർന്നു. സംഗതി സത്യമാടോ. എന്നോട് പുള്ളിക്കാരി തൻ്റെ ഡീറ്റെയിൽസ് ചോദിച്ചുന്നേ, തൻ്റെ ഡേറ്റ് ഓഫ് ബർത്തും നാളുമൊക്കെ. എനിക്കറിയാമോ അത് വല്ലതും? എന്തെങ്കിലും അഡ്ജസ്റ്റ് ചെയ്ത് പറയായിരുന്നില്ലേ? കുട്ടി തമാശയാക്കല്ലേ, സംഭവം സീരിയസാ. മേറ്റൻ്റെ ഇളയ ബ്രദറിന് വേണ്ടിയാ. ആള് KSEBയിൽ എൻജിനീയറാണ്. തന്നെ കണ്ടിട്ടുണ്ടത്രേ. അതെപ്പോൾ നടന്നു? ഒരു ദിവസം ചേച്ചിയെ കാണാൻ ഇവിടെ വന്നപ്പോൾ. ശരി, തൽക്കാലം നിർത്താം, ഞാനൊന്ന് കുളിക്കട്ടെ. ഗാഥ ടവലെടുത്ത് ബാത്റൂമിലേക്ക് നടന്നു. വാതിക്കലെത്തിയപ്പോൾ തിരിഞ്ഞ് മിനിയെ നോക്കി പറഞ്ഞു, മിനി, മേട്രോണ് പറഞ്ഞേക്ക് എൻ്റെ എൻഗേജ്മെൻറ്റ് ഓൾറെഡി കഴിഞ്ഞതാണെന്ന്. പയ്യൻ ഗൾഫിലാണെന്നും 2 കൊല്ലം കഴിഞ്ഞാൽ കല്യാണമാണെന്നും. മിനിയുടെ കണ്ണ് തള്ളി. എന്നിട്ട് ഇതുവരെ താൻ എന്നോട് പറഞ്ഞില്ലല്ലോ. അവസരം വരണ്ടേ? ഇപ്പോൾ വന്നു പറഞ്ഞു. എന്താ ചുള്ളൻ്റെ പേര്? ഉത്തരം പറയാൻ മെനക്കെടാതെ ഗാഥ ബാത്റൂമിൻ്റെ വാതിലടച്ചു. ഷട്ടറിന് കീഴിൽ ജലധാരയുടെ നിൽക്കുമ്പോൾ ഒരോർമ്മയിലേക്ക് 2 മുഖങ്ങൾ വന്നു. ആദ്യം വിവേക്, പിന്നെ രവികൃഷ്ണൻ. ഇപ്പോൾ 2 മുഖങ്ങളും കണ്ട് ഗാഥയ്ക്ക് ചിരിയാണ് വന്നത്. രണ്ടും എത്ര ഭംഗിയോടെ പ്രത്യക്ഷപ്പെട്ടതായിരുന്നു, എത്ര ആവേശത്തോടെ. ഒടുവിൽ കാറ്റത്തെ കാർമേഘ കീറുകൾ പോലെ രണ്ടും മാഞ്ഞുപോയി. പിന്നെയും പ്രത്യക്ഷപ്പെടുകയാണ് ആകാശത്ത് 3ാമത്തെ കരിവേഷം. പുതിയ ഹാസ്യനാടകം, പുതിയ കോമഡിയൻ. ഇല്ല, ഇനിയും നാടകങ്ങൾക്ക് ഗാഥ തയ്യാറല്ല. പരിഹാസ്യയാവാൻ ഇനി ഗാഥയെ കിട്ടില്ല. തണുത്ത ജലധാരയിലേക്ക് ഗാഥ മുഖമുയർത്തി. ഹോസ്റ്റൽ മേറ്റിനോട് മിനി ജോസിനെ കൊണ്ട് പറയിച്ച നുണ വിജയമായി. പിറ്റേന്ന് കാലത്ത് ബാങ്കിലേക്ക് പുറപ്പെടാനായി താഴെ എത്തുമ്പോൾ ഗാഥയ്ക്കൊത്ത് ആ തടിച്ച സ്ത്രീ ഓഫീസ് മുറിയുടെ വാതിക്കൽ നിന്നിരുന്നു. ഗാഥയെ കണ്ട് അവർ ചിരിച്ചു. വല്ലാത്തൊരു കുറ്റബോധത്തോടെ പറഞ്ഞു, സോറി, ഞാൻ അറിഞ്ഞിരുന്നില്ല കേട്ടോ. അതാ മിനിയോടങ്ങനെ. അത് സാരമില്ല മേഡം. ഗാഥ സമാധാന വാക്ക് പറഞ്ഞു. ഗൾഫിലാണ് അല്ലേ? എന്താ ആളുടെ പേര്? ഗാഥ കുഴപ്പത്തിലായി. ഇല്ലാത്ത കഥാപാത്രത്തിന് പേര് വേണോ? എന്തു പറയണമെന്ന് അവൾ ആലോചിക്കവേ ഭാഗ്യത്തിന് ഓഫീസ് മുറിയിൽ ലാൻഡ് ഫോൺ അടിച്ചു. 1 മിനിറ്റ് എന്ന് പറഞ്ഞ് മേറ്റൻ അകത്തു പോയ തക്കത്തിന് ദൈവത്തിന് നന്ദി പറഞ്ഞ് തിടുക്കത്തിൽ ഗാഥ ഹോസ്റ്റൽ ഗേറ്റ് കടന്നു. പക്ഷേ മഴ നിന്നിട്ടും മരം പെയ്യുന്നതുപോലെ അതേ പ്രശ്നം അന്ന് തന്നെ വീണ്ടും ഗാഥയെ തേടി വന്നു. അച്ഛൻ്റെ ഫോൺ വിളിയുടെ രൂപത്തിൽ. പരിഭവസ്വരത്തിൽ വിശ്വനാഥൻ നായർ ചോദിച്ചു, വീട്ടിലേക്കുള്ള വരവ് കുറച്ചു. ഈ വീട്ടിലെ ഫോൺ നമ്പർ നീ മറന്നോ? നീ അയക്കുന്ന പണമല്ല ഞങ്ങൾക്ക് വേണ്ടത്, നിന്നെയാണ്. അച്ഛാ, ഞാൻ നിന്നെ ജോയിൻ ചെയ്യിക്കാൻ വന്നപ്പോൾ അച്ഛനൊന്ന് പറഞ്ഞിരുന്നു, ജീവിതം ഇനി പിന്നോട്ടല്ലെന്ന്. എൻ്റെ മോളത് മനസ്സിലാക്കിയില്ലെന്ന് തോന്നുന്നു. ഞങ്ങൾക്ക് വിഷമമുണ്ട് മോളെ. ഇല്ലച്ചാ, കഴിഞ്ഞതോർത്ത് ഞാനിപ്പോൾ ഡിപ്രസ്ഡ് ആവാറില്ല. അച്ഛൻ പറഞ്ഞതുപോലെ മുമ്പോട്ട് മാത്രം നോക്കാറേയുള്ളൂ. സത്യമാണോ? അതെ. എങ്കിൽ അടുത്ത കാര്യങ്ങളിലേക്ക് ഞങ്ങൾക്കിനി കടക്കാമല്ലോ അല്ലേ? പ്രതീക്ഷയുടെ ഉന്മേഷത്തോടെ വിശ്വനാഥൻ നായർ അങ്ങനെ ചോദിച്ചതും ഗാഥ ആപത്ത് മണത്തു. വിശ്വനാഥൻ നായർ തുടർന്നു, പെൺമക്കളുടെ ജീവിതം സേഫായി കഴിയും വരെ അച്ഛനമ്മമാർക്ക് സമാധാനം കിട്ടില്ല, ഉറക്കം കിട്ടില്ല. നിനക്ക് ഉദ്യോഗമായി. ഇനി വേണ്ടത് ഒരു കുടുംബജീവിതമാണ് മോളെ. ആലോചനകൾ വരുന്നുണ്ട്. പക്ഷേ നിന്റെ മനസ്സറിയാതെ അച്ഛനൊന്നും തീരുമാനിക്കില്ല. അതാണ് ഇത്ര നാളും കാത്തത്. ഇപ്പോൾ നിന്റെ മറുപടി കേട്ടപ്പോൾ ആശ്വാസമായി. പക്ഷേ അച്ഛൻ ഉദ്ദേശിക്കുന്ന മറുപടിയൊന്നും ഞാൻ പറഞ്ഞില്ലല്ലോ. ഗാഥേ, എന്താ നീ മീൻ ചെയ്യുന്നത്?
അതെ അച്ഛാ, വിവാഹം, കുടുംബം ഇതൊന്നും ഇപ്പോൾ എൻ്റെ മുമ്പിൽ വരാത്ത കാര്യങ്ങളാണ്. അച്ഛൻ തിടുക്കപ്പെടേണ്ട. തൽക്കാലം കുറച്ചുനാൾ കൂടി ഞാനിങ്ങനെ പോയിക്കോട്ടെ. ആക്സിഡൻറ്റിൽ നിന്ന് രക്ഷപ്പെട്ടാലും ആശുപത്രിയിൽ കുറച്ചു കാലം കിടക്കേണ്ടി വരില്ലേ? അത്രയും സമയം എനിക്ക് നിങ്ങൾ തരണം. ഒടിഞ്ഞ അസ്ഥികൾ കൂട്ടിച്ചേരും വരെ, ശരിക്ക് നടക്കാനാവുന്നതുവരെ പ്ലീസ്. വിശ്വനാഥൻ നായർ പിന്നെയൊന്നും പറഞ്ഞില്ല. കോൾ കട്ട് ചെയ്തു. വലിയൊരു ഭാരം നെഞ്ചിൽ നിന്ന് നീങ്ങിയ ആശ്വാസത്തോടെ ഗാഥ തൻ്റെ ജോലിയിലേക്ക് തിരിയുകയും ചെയ്തു. സായാഹ്നം. സാഹിത്യ അക്കാദമി. പരേതനായ പ്രമുഖ കവിയുടെ ഏറ്റവും പുതിയ കാവ്യസമാഹാരത്തിൻ്റെ പ്രകാശനമായിരുന്നു. അക്ഷരം വാരികയോടും വിനയനോടും അടുത്ത ബന്ധം സൂക്ഷിച്ചിരുന്ന സ്നേഹത്തിൻ്റെയും ഭൂമിയുടെയും കവി. അതുകൊണ്ടാണ് വാർഷിക പതിപ്പിൻ്റെ ചർച്ചയുടെ തിരക്കിലും വിനയൻ സ്വയം കാർ ഓടിച്ച് തൃശ്ശൂരിലെത്തിയത്. മീറ്റിംഗ് തീർന്നപ്പോൾ സന്ധ്യ കഴിഞ്ഞു. ഉടനെ മടക്കയാത്ര വേണ്ടെന്ന് നിശ്ചയിച്ച വിനയൻ നേരെ രാമനിലയത്തിലേക്ക് വിട്ടു. ഗേറ്റിലേക്ക് എത്തവേ എതിരെ ഫുട്പാത്തിലൂടെ ഒരാൾ നടന്നു വരുന്നു. പൈജാമയും കുർത്തയും വേഷം, ബലം കൈയിൽ ബ്രീഫ് കേസ്. ഒരു നിമിഷം ഗുഹാമുഖം എന്ന നോവലിൻ്റെ ഉൾത്താൾ വിനയൻ്റെ ഓർമ്മയിൽ തെളിഞ്ഞു. അവിടെ ലേശം വലത്തേക്ക് ചെരിഞ്ഞ സുന്ദരമായ കൈപ്പട. ക്രിയേറ്റീവ് ജേർണലിസ്റ്റ് വിനയചന്ദ്രന്. സ്നേഹപൂർവ്വം ഗൗതം രാഘവൻ. അതെഴുതിയ മനുഷ്യൻ ഇതാ തൊട്ടുമുമ്പിൽ. അത്ഭുതങ്ങൾ ഇങ്ങനെയുമോ? എത്രയോ കാലമായി കാണാൻ ആഗ്രഹിക്കുകയാണ്. കഴിഞ്ഞൊരു ദിവസം ദർബാർ ഹാളിലെ ഒരു ചടങ്ങിൽ വെച്ച് സീക്കോയെ കണ്ടപ്പോഴും അന്വേഷിച്ചു. എവിടെയാണ് ഗൗതം സാർ? കുറേ മാസങ്ങൾക്ക് മുമ്പ് ഒരു നോവലിൻ്റെ ജോലി പിടിച്ചേൽപ്പിച്ചിരുന്നെന്നും അതോടെ ആൾ അപ്രതീക്ഷിതനായെന്നുമാണ് CK പറഞ്ഞത്. ഗൗതം സാർ? വിനയൻ തല പുറത്തേക്കിട്ട് ഉറക്കെ വിളിച്ചു. ഫുട്പാത്തിലെ യാത്രക്കാരൻ തിരിഞ്ഞു നോക്കി. വിനയചന്ദ്രനാണ് സാർ. കാർ നിർത്തി. വിനയൻ ഇറങ്ങി അടുത്ത് ചെന്നു. ആളെ തിരിച്ചറിഞ്ഞതും ഗൗതം രാഘവൻ ചിരിച്ച് തോളിൽ കൈവച്ച് പറഞ്ഞു, താൻ കൂടുതൽ ചെറുപ്പമായല്ലോ. ഇനി കാണുമ്പോൾ സ്കൂൾ കുട്ടിയായിരിക്കുമോ? ശ്വാസത്തിൽ മദ്യമണക്കുന്നത് വിനയൻ അറിഞ്ഞു. പത്രാധിപന്മാരെ പറ്റിയുള്ള പതിവ് സങ്കല്പത്തിനെതിരാണ് താൻ. ഈ യൗവനം പാടില്ല. സൗന്ദര്യവും ഫുൾ കഷണ്ടി, കണ്ണട, ക്ലീൻ ഷേവ്, ഗൗരവം. മിനിമം 60 വയസ്സ്. ഇത്രയും എവിടെന്നെങ്കിലും സംഘടിപ്പിച്ചോ? ഇല്ലെങ്കിൽ ഫീൽഡിൽ തനിക്ക് പിടിച്ചു നിൽക്കാനാവില്ല വിനയചന്ദ്ര. വിനയൻ ചിരിച്ചുപോയി. സാർ എങ്ങോട്ടാണ്? ഞാനോ? വിനയചന്ദ്രൻ എങ്ങോട്ടാണ്? രാമനിലയത്തിലേക്ക്. എനിക്ക് തൽക്കാലം ലക്ഷ്യമില്ല. ഞാൻ കുറേ നടക്കും. അങ്ങനെ റെയിൽവേ സ്റ്റേഷനിലെത്തും. ഏതെങ്കിലും ഒരു ട്രെയിൻ എവിടേക്കെങ്കിലും എത്തും. സോ ഗുഡ് നൈറ്റ്. വിനയൻ പെട്ടെന്ന് ഓർമ്മ വന്നത് ഗൗതം രാഘവൻ്റെ നോവലിലെ നായകനെയാണ്. കഥാപാത്രം എഴുത്തുകാരനാവുകയാണോ? അതോ എഴുത്തുകാരൻ കഥാപാത്രമാവുകയാണോ? വല്ലാത്ത മാറ്റങ്ങൾ സംഭവിച്ചിരിക്കുന്നു, രൂപത്തിലും ഭാവത്തിലും. കുറച്ചുനേരം എൻ്റെ കൂടെ ഇരുന്നൂടെ സാർ? എവിടെ? കാറിലോ? അല്ല, രാമനിലയത്തിൽ. ഞാൻ മുറിയെടുത്തിട്ടുണ്ട്. ശരി, പോകാം. മുറിയിലെത്തി സെറ്റിലിരുന്ന ശേഷം ഗൗതം രാഘവൻ ചോദിച്ചു, തൻ്റെ ഇവിടുത്തെ ദൗത്യം എന്താ? സാംസ്കാരികമോ വ്യക്തിപരമോ? വിനയൻ കവിയുടെ മരണാനന്തര പുസ്തക പ്രകാശനത്തെപ്പറ്റി പറഞ്ഞു. മുൻ തലമുറയിലെ ഒരു തൂവൽ കൂടി കൊഴിഞ്ഞുപോയി അല്ലേ? കവിത വായനയോടുള്ള എൻ്റെ വെറുപ്പ് മാറ്റിയ 3-4 പേരിൽ ഒരാളായിരുന്നു. നല്ലവരൊക്കെ പോകുന്നു. മേശപ്പുറത്തിരുന്ന കാവ്യ സമാഹാരമെടുത്ത് ഗൗതം രാഘവൻ മറിച്ചു നോക്കി. അല്പനിമിഷങ്ങൾ മുറി മൂകമായി. വിനയൻ പറഞ്ഞു, ഞാൻ CK കണ്ടിരുന്നു സാർ, കഴിഞ്ഞൊരു ദിവസം. ബ്രീഫ് കേസിൽ തൊട്ട് ഗൗതം രാഘവൻ പറഞ്ഞു. ഈ പെട്ടിയിൽ അയാൾ തന്ന ഒരു ചെക്കുണ്ട്. അന്നേ ഞാൻ പറഞ്ഞതാ, തരല്ലേ, എനിക്കൊരക്ഷരം പോലും അടുത്തെങ്ങും എഴുതാനാവില്ലെന്ന്. കേട്ടില്ല, പിടിച്ചേൽപ്പിച്ചു. വെറുതെ എനിക്ക് കുറ്റബോധമുണ്ടാക്കാൻ. കുങ്കുമം ചുമക്കുന്ന കഴുതിയെപ്പോലെ ഇതും ചുമന്ന് നടപ്പാണിപ്പോൾ ഞാൻ. ഗൗതം രാഘവൻ വലിയ മുറിയാകെ നിരീക്ഷിച്ചു. വിനയചന്ദ്രൻ ഒരു സംഗതി ശ്രദ്ധിച്ചിട്ടുണ്ടോ? ചെറിയ മുറി പോലെയല്ല വലിയ മുറി. അത് നമ്മളെ പോസിറ്റീവായി സ്വാധീനിക്കും. വലിയ മുറി വലിയ ലോകത്തിൻ്റെ പ്രതീകമാണ്. അത് നമ്മളുടെ മനസ്സിന് വികാസം നൽകും. നമ്മൾ ചെറുതാണെന്ന ബോധമുണ്ടാക്കും. നമ്മളെ നന്മയുള്ളവരാക്കും. വിനയൻ കൗതുകത്തോടെ ഗൗതം രാഘവൻ്റെ വാക്കുകൾ കേട്ടു. എത്രയോ എഴുത്തുകാരെ പരിചയമുണ്ട്. അവരിൽ നിന്നൊക്കെ എങ്ങനെയൊക്കെയോ വ്യത്യസ്തനാണ് ഈ മനുഷ്യൻ. വിനയൻ ഓർത്തു. നിരീക്ഷണത്തിലും ചിന്തയിലും വാക്കിലും സ്വന്തം കൃത്യതയെപ്പറ്റി വർത്തമാനമില്ല. താനാണ് മലയാള സാഹിത്യം എന്ന ഗർജനമില്ല.
മറ്റൊരു കഥാകാരനെ പറ്റി വിമർശനമില്ല. വിനയചന്ദ്ര, ഞാൻ ഈ വലിയ മുറിയുടെ വലിയ ബെഡിലൊന്ന് കിടക്കട്ടെ? ചെറുതാവട്ടെ, കുറേ നടന്നുകൊണ്ടാവാം കാല് കഴിക്കുന്നു. ഗൗതം രാഘവൻ നീണ്ടു നിവർന്നു കിടന്നു. വിനയൻ ചോദിച്ചു, ആഹാരം പറയട്ടെ? വൈകിയാൽ കിട്ടില്ലെവിടെ? വൈകിയാൽ ഒന്നും ആർക്കും കിട്ടില്ലടോ. പക്ഷേ വൈകിയേ ബോധമുദിക്കൂ. അത് ചിലരുടെ വിധി. താൻ ഫുഡ് പറഞ്ഞോളൂ. പക്ഷെ അതുവരെ ഞാനൊന്ന് മയങ്ങും. ഗൗതം രാഘവൻ മെല്ലെ കണ്ണടച്ചു. കൗതുകത്തിൻ്റെ പുഞ്ചിരിയോടെ ഒരു നിമിഷം നിന്നിട്ട് വിനയൻ ഫോണെടുത്ത് ക്യാൻറ്റീനിലേക്ക് വിളിച്ച് ആഹാരത്തിന് ഓർഡർ കൊടുത്തു. പിന്നെ വിശാലമായ സെറ്റിൽ ഗൗതം രാഘവനെയും നോക്കിക്കൊണ്ട് അല്പം അകലെ ഇരിപ്പായി. 15 മിനിറ്റോളം ഗൗതം രാഘവൻ മയങ്ങിയിരിക്കണം. ഭക്ഷണശാലയിലേക്ക് പോകാനായി വിനയൻ വിളിക്കും വരെ വളരെ കുറച്ചേ ഗൗതം രാഘവൻ കഴിച്ചുള്ളൂ. ഇതാണിപ്പോഴത്തെ സ്ഥിതി. വിശക്കും, പക്ഷേ കഴിച്ചു തുടങ്ങുമ്പോഴേ മടുത്തു നിർത്തും. അല്ല, മദ്യപാനമല്ല കാരണം. അതിന് ഞാനൊരു കുടിയനൊന്നുമല്ലല്ലോ. തിരിച്ച് മുറിയിലെത്തിയതും ഗൗതം രാഘവൻ പിൻവാതിൽ തുറന്ന് ബാൽക്കണിയിൽ ചെന്ന് നിന്നു. വിനയനും അക്ഷരത്തിൻ്റെ വാർഷിക പതിപ്പിൻ്റെ വർക്ക് തുടങ്ങി. സൂര്യൻ പിന്നെയും കിഴക്കുദിക്കും എന്ന പോലെ അല്ലേ? അതെ. ആദ്യം ഞാൻ ചെയ്ത ഫോൺ കോൾ സാറിനായിരുന്നു. സ്വിച്ച് ഓഫ് എന്നാണ് മറുപടി കിട്ടിയത്. പല വഴിക്കും ശ്രമിച്ചു നോക്കി സാറിൻ്റെ ലൊക്കേഷൻ അറിയാൻ. ചിലപ്പോൾ കൊൽക്കത്തയിലോ മറ്റോ പോയിരിക്കാമെന്ന് CK പറഞ്ഞു. CK ബുക്സിന് സാർ പ്രോമിസ് ചെയ്ത ആ നോവലിന് വേണ്ടി. CK പറഞ്ഞത് സത്യം. കൊൽക്കത്തയിലും കർണാടകയിലുമൊക്കെ കുറേ തെണ്ടി നടന്നു. പക്ഷേ മനസ്സിലെ കഥയുടെ വിത്ത് മുളപൊട്ടുമെന്ന് ധരിച്ച് തെറ്റി. വലയില്ലാതെ കടലിൽ മീൻ പിടിക്കാൻ പോയ പോലെ ആയടോ. അല്പനേരം ഗൗതം രാഘവൻ മൂകനായി ആകാശം നോക്കി നിന്നു. വിനയനാണ് പിന്നെയും സംസാരിച്ചു തുടങ്ങിയത്. CK ഒരു സജഷൻ പറഞ്ഞു. എന്നെ കണ്ടുപിടിക്കുന്ന പണി CBI ഏൽപ്പിക്കാമെന്ന്. അതല്ല, നല്ല സജഷനാണെന്ന് എനിക്കും തോന്നി. സാർ എഴുതാൻ പോകുന്ന നോവൽ അക്ഷരത്തിൽ വന്നാൽ അത് പിന്നീട് പുസ്തകത്തിൻ്റെ വിൽപ്പനയ്ക്ക് നന്നായിരിക്കുമെന്ന്. ഗൗതം രാഘവൻ ഉറിച്ചിരിച്ചു. ഗർഭപാത്രത്തിലെ ഭ്രൂണത്തെ എഞ്ചിനീയറിംഗ് ചേർക്കാൻ ആലോചിക്കും പോലെയുണ്ട്. അങ്ങനെയല്ല സാർ, അതൊന്ന് ആലോചിച്ചുകൂടെ? സാർ ഒരിക്കലും ഒരു കഥ തന്നിരുന്നു. ഇനി നോവലായാൽ അതും സാറിൻ്റെ സെക്കൻഡ് വർക്കായാൽ. എടോ വിനയചന്ദ്ര, എനിക്കിഷ്ടമാ തന്നെ. തൻ്റെ വീക്കിലിയോടും എനിക്കിഷ്ടമാ. പക്ഷേ നമ്മുടെ വിധി നമ്മുടെ ഒന്നും കയ്യിലില്ലടോ. ഇനിയൊന്നും നടക്കില്ലടോ. മരുഭൂമിയിൽ എവിടാ വിനയചന്ദ്ര ഇപ്പോഴീ ഗൗതം രാഘവൻ? സാർ ആകെ അസ്വസ്ഥനാണല്ലോ. ചില റൈറ്റേഴ്സിൻ്റെ സ്വകാര്യ ദുഃഖങ്ങളെ വഴിതിരിച്ചു വിടാനുള്ള ഡിവൈസായി എടുത്ത്. എനിക്കതും പറ്റുന്നില്ല. സന്യസിക്കാനും കഴിയുന്നില്ല. വല്ലാത്തൊരു ജീവിതം. സോറി, സാറിൻ്റെ വ്യക്തി ജീവിതത്തെപ്പറ്റി ഇന്ന് വരെ ഞാൻ ചോദിച്ചിട്ടില്ല. നല്ലത്. അത്രയും വലിയൊരു സഹായം വേറെയില്ല. വിനയൻ്റെ മനസ്സിലേക്ക് രേഖ മുമ്പ് പറഞ്ഞ് ചിലത് കടന്നു വന്നു. ഗാഥയുമായി ബന്ധമുള്ള ആരോപണത്തിൻ്റെ ചില സൂചികൾ. കുടുംബജീവിതത്തിൽ താളപ്പിഴകളുണ്ടെന്ന് കേട്ടിട്ടുണ്ട്. പക്ഷേ ചതിയുടെ മുഖം, അത് ഈ മനുഷ്യന് ചേരുമെന്ന് വിശ്വസിക്കാനായിട്ടില്ല. ഇനിയും അത് പറ്റുമെന്ന് തോന്നിയിട്ടില്ല. എന്നാൽ രേഖയെ അവിശ്വസിക്കാനാവുന്നില്ല. മാറ്റിവെച്ച ചിന്തയായിരുന്നു അത്. ഗാഥ കൊച്ചിയിലെത്തിയതോടെ വീണ്ടും അതിന് ജീവൻ വെച്ചു. സ്വന്തം ഭാര്യയുടെ കൂട്ടുകാരി ആയതുകൊണ്ടാവാം ഇടയ്ക്കൊരു തോന്നൽ. ഒരു വേള തൻ്റെ ധാരണയ്ക്കും രേഖയുടെ ആരോപണങ്ങൾക്കും ഇടയിൽ എവിടെയോ ഒരു സത്യമുണ്ടാവുമോ? പെട്ടെന്ന് വിനയൻ്റെ വിചാരങ്ങളെ മുറിച്ചുകൊണ്ട് ഗൗതം രാഘവൻ്റെ ചോദ്യം വന്നു. അല്ലടോ, സമയം എന്തായി? ഞാൻ ഇറങ്ങിയാലോ? ഇറങ്ങാം. ഗൗതം രാഘവൻ ബ്രീഫ് കേസ് എടുത്ത് എണീറ്റു. വേണ്ട സാർ, പാതിരാത്രിയായി. അതുകൊണ്ടാ പറഞ്ഞത് കൊച്ചിയിൽ ഇന്നിവിടെ വരെ യാത്ര. അക്കാദമിയിലെ മീറ്റിംഗ്. വിഷമത്തിനല്ലേ? ഉറങ്ങാനല്ലേ താൻ മുറിയെടുത്തത്? ഞാനിരുന്നാൽ അത് നടക്കില്ല. യു സ്ലീപ്പ്. അതൊന്നും പ്രശ്നമില്ല സാർ. നേരം വെളുക്കുവോളം സാറുമായി സംസാരിക്കാൻ ഞാൻ റെഡിയാണ്. കൊള്ളാം. അപ്പോൾ നാളെ പത്രം ഓഫീസിലേക്കൊന്നും പോകണ്ടേ തനിക്ക്? അല്ല, ഒരു സംശയം. താനിപ്പോഴും അക്ഷരത്തിൻ്റെ എഡിറ്റർ തന്നെയല്ലേ? അതോ തൻ്റെ പണി പോയോ? ഗൗതം രാഘവൻ ചിരിച്ചുകൊണ്ട് വിനയനെ നോക്കി. അതിരിക്കട്ടെ, എന്നും പത്രം മാത്രമായി ഇങ്ങനെ കഴിയാനാണോ പ്ലാൻ? ജീവിതത്തിൽ ഇനിയൊരു കൂട്ടൊക്കെ വേണ്ടേ തനിക്ക്? കൂട്ടൊക്കെയായി സാർ. എപ്പോ? ഞാൻ അറിഞ്ഞതേയില്ലല്ലോ. ഗൗതം രാഘവൻ അത്ഭുതത്തോടെ വിനയനെ നോക്കി. ഫോൺ നമ്പറും വീട്ടഡ്രസ്സുമൊക്കെ വേണ്ടെന്ന് വെച്ച് പറന്നു നടന്ന ആളെങ്ങനെയാ എൻ്റെ ഫോൺ കോൾ കേൾക്കുക? ഞാൻ അയച്ച കല്യാണക്കുറി കാണുക? ശരിയാ, കുറ്റം എൻ്റേതാണ്. ഈശ്വര, എനിക്ക് പങ്കെടുക്കാനായില്ലല്ലോ ആ നല്ല ചടങ്ങിൽ.
എന്താ കുട്ടിയുടെ പേര്? സാറിന് പരിചയമുള്ള കുട്ടിയാണ്. എനിക്ക് പരിചയമുള്ള കുട്ടിയോ? അതേത് കുട്ടി? ആകാംക്ഷയോടെ ഗൗതം രാഘവൻ വിനയൻ്റെ മുഖത്തേക്ക് നോക്കി. പറയണോ വേണ്ടയോ എന്ന സന്ദേഹത്തിൽ ഒരു നിമിഷം വിനയൻ കുടുങ്ങി. ആ മൗനം ഗൗതം രാഘവൻ ശ്രദ്ധിച്ചു. അയാൾക്ക് ആകാംക്ഷയായി. എന്താടോ ആലോചന? എങ്ങനെയാ കുട്ടിയെ എനിക്ക് പരിചയം? ഒരിക്കൽ വരണ്ടു വറ്റിപ്പോയൊരു തടാകത്തിന് ബലിയിടാൻ ഒരിടത്ത് സാർ ചെന്നത് ഓർമ്മയുണ്ടോ? ഒരു ഗ്രാമത്തിൽ. അതുവരെ ഗൗതം രാഘവൻ്റെ മുഖത്തുണ്ടായിരുന്ന വെളിച്ചം പെട്ടെന്ന് മങ്ങി. കയ്യിലെ പെട്ടി മെല്ലെ താഴെ വെച്ച് അയാൾ സെറ്റിയിലിരുന്നു. നോട്ടം വിനയൻ്റെ കണ്ണുകളിൽ കേന്ദ്രീകരിച്ചു. അന്ന് സാറിനെ കാണാൻ അവൾ അവിടെ വന്നിരുന്നു, തടാകത്തിൻ്റെ കരയിൽ, അവളുടെ കൂട്ടുകാരിക്ക് വേണ്ടി. ഗൗതം രാഘവൻ്റെ നെറ്റിത്തടയിൽ വിയർപ്പ് പൊടിഞ്ഞു തുടങ്ങുന്നത് വിനയൻ കണ്ടു. അവളെയാണ് ഞാൻ വിവാഹം ചെയ്തത്. ഓർമ്മകൾ പൊള്ളിക്കുന്നു എന്നൊക്കെ വായിച്ചിട്ടുണ്ട് വിനയൻ. ഇപ്പോൾ താനത് നേരിൽ കാണുകയാണെന്ന് അയാൾക്ക് തോന്നി. ഒരു നിമിഷം മുമ്പ് വരെ തൻ്റെ മുമ്പിലിരുന്ന ഗൗതം രാഘവനല്ല ഇപ്പോൾ. പുകമുറിയിലകപ്പെട്ട ഒരാൾ, അല്ലെങ്കിൽ വെള്ളത്തിലേക്ക് പിടിച്ചു താഴ്ത്തപ്പെട്ട ഒരാൾ. എന്താ സാർ, എന്തുപറ്റി? രേഖ എന്നാണോ കുട്ടിയുടെ പേര്? അതെ, രേഖ. അടുത്ത ചോദ്യത്തിനായി വിനയൻ കാത്തു. പുകമുറിയിൽ നിന്നും വെള്ളത്തിനടിയിൽ നിന്നും അത് വരാത്തതിനാൽ അയാൾ തന്നെ പറഞ്ഞു, ഗാഥയുടെ കൂട്ടുകാരി. അടുത്ത അധ്യായം നാളെ.